അമേരിക്കയും പാശ്ചാത്യ ശക്തികളുമായുള്ള സൈനിക തർക്കങ്ങളും സംഘർഷങ്ങളും രൂക്ഷമായി നിലനിൽക്കെ തങ്ങളുടെ വ്യോമ പ്രതിരോധ നിരയിൽ വിപ്ലവാത്മകരമായ മാറ്റങ്ങൾ വരുത്തിയതായി ഇറാൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പരമ്പരാഗതമായ കേന്ദ്രീകൃത പ്രതിരോധ സംവിധാനങ്ങൾക്ക് പകരം കൂടുതൽ വഴക്കമുള്ളതും വ്യാപിച്ചു കിടക്കുന്നതുമായ പുതിയൊരു ശൃംഖലയ്ക്ക് ടെഹ്റാൻ രൂപം നൽകിക്കഴിഞ്ഞു. ശത്രുക്കളുടെ ആക്രമണത്തെ അതിജീവിച്ച് നിരന്തരം പ്രത്യാക്രമണം നടത്താൻ പ്രാപ്തമായ രീതിയിലാണ് ഈ പുതിയ മാതൃക തയ്യാറാക്കിയിരിക്കുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇറാന്റെ ഈ പുതിയ സുരക്ഷാ തന്ത്രങ്ങളെക്കുറിച്ച് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. സമീപകാലത്തുണ്ടായ സൈനിക അനുഭവങ്ങളും ആക്രമണങ്ങളുമാണ് ഇത്തരമൊരു മാറ്റത്തിന് ഇറാനെ പ്രേരിപ്പിച്ചത്. ഒരൊറ്റ കേന്ദ്രത്തെ ആശ്രയിച്ചിരിക്കുന്നതിന് പകരം രാജ്യത്തുടനീളം ചിതറിക്കിടക്കുന്ന സ്വതന്ത്ര വിന്യാസ രീതിയാണ് പുതിയ സംവിധാനത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഈ പുതിയ മാറ്റം സൈന്യത്തിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനത്തെയും പരിശീലന രീതികളെയും ഗണ്യമായി മെച്ചപ്പെടുത്തിയതായി IRGC അവകാശപ്പെടുന്നുണ്ട്. വിവിധ മേഖലകൾ തമ്മിലുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ അതിവേഗം കൈമാറാനും അതത് സമയം മിസൈലുകൾ കൃത്യതയോടെ തൊടുത്തുവിടാനും പുതിയ ശൃംഖലയിലൂടെ സാധിക്കുന്നുണ്ട്. ശത്രുക്കൾ തടസ്സമില്ലാതെ തുടർച്ചയായ വ്യോമാക്രമണങ്ങൾ നടത്തിയാൽ പോലും പ്രതിരോധ സംവിധാനങ്ങൾ തകരാതെ പ്രവർത്തിക്കാൻ ഈ വികേന്ദ്രീകൃത രീതി സഹായിക്കും. ഏതെങ്കിലും ഒരു കമാൻഡ് സെന്ററോ റഡാർ നിലയമോ തകർക്കപ്പെട്ടാലും മറ്റ് കേന്ദ്രങ്ങൾക്ക് സ്വതന്ത്രമായി ആക്രമണത്തെ ചെറുക്കുവാനും മിസൈലുകൾ വിന്യസിക്കാനും സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രധാന മേന്മ. സൈനിക തന്ത്രങ്ങളിലെ ഈ മാറ്റിമറിക്കലുകൾക്ക് പുറമെ തങ്ങളുടെ ആയുധ നിർമ്മാണ ശേഷിയെക്കുറിച്ചും ഇറാൻ വലിയ അവകാശവാദങ്ങളാണ് ഉന്നയിക്കുന്നത്. കടുത്ത സൈനിക ആക്രമണങ്ങളും ഉപരോധങ്ങളും നേരിട്ടിട്ടും തങ്ങളുടെ വ്യോമ പ്രതിരോധ ഉൽപ്പാദന കേന്ദ്രങ്ങളുടെ 85%-ലധികവും യാതൊരു കേടുപാടുകളും കൂടാതെ സുരക്ഷിതമായി നിലനിൽക്കുന്നുണ്ടെന്നും ടെഹ്റാൻ വ്യക്തമാക്കി കഴിഞ്ഞു. വ്യോമ പ്രതിരോധ മിസൈലുകളുടെയും റഡാറുകളുടെയും ഉൽപ്പാദനം ഒരു ഘട്ടത്തിലും നിർത്തിവച്ചിട്ടില്ലെന്നാണ് ഇറാനിയൻ വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. ശത്രുക്കളുടെ ആക്രമണ ഭീഷണിക്കിടയിലും തദ്ദേശീയമായി ആയുധങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയ തടസ്സമില്ലാതെ തുടരാൻ സാധിച്ചത് തങ്ങളുടെ ആസൂത്രണ മികവാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഇറാന്റെ ഈ അവകാശവാദങ്ങൾ അന്താരാഷ്ട്ര ഏജൻസികളോ സ്വതന്ത്ര സൈനിക നിരീക്ഷകരോ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ്. യുദ്ധസമയത്ത് എതിരാളികളുടെ വീര്യം കെടുത്താനും സ്വന്തം ജനങ്ങളുടെയും സൈന്യത്തിന്റെയും ആത്മവിശ്വാസം ഉയർത്താനും രാജ്യങ്ങൾ നടത്തുന്ന പ്രചാരണ തന്ത്രങ്ങളുടെ ഭാഗമാണോ ഇതെന്ന് പാശ്ചാത്യ സുരക്ഷാ ഏജൻസികൾ സംശയിക്കുന്നുണ്ട്. പക്ഷേ ഇറാന്റെ വരാനിരിക്കുന്ന വ്യോമ പ്രതിരോധ നിര മുൻപത്തേക്കാൾ തികച്ചും വ്യത്യസ്തവും ശക്തവുമായിരിക്കുമെന്ന മുന്നറിയിപ്പ് വാഷിംഗ്ടണും സഖ്യകക്ഷികളും ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇനി ഉണ്ടാകുന്ന ഏതൊരു വ്യോമാക്രമണവും കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും വൻ നാശനഷ്ടങ്ങൾ വരുത്തുമെന്നും ഇറാൻ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞു. ശത്രുക്കളുടെ അത്യാധുനിക സ്റ്റെൽത്ത് വിമാനങ്ങളെയും ഡ്രോണുകളെയും ഹൈപ്പർസോണിക് മിസൈലുകളെയും പ്രതിരോധിക്കാൻ പോകുന്ന പുതിയ റഡാർ സാങ്കേതിക വിദ്യകളും ഇറാൻ ഈ വികേന്ദ്രീകൃത ശൃംഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിവരം. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്നതും എന്നാൽ ഉയർന്ന പ്രഹരശേഷിയുള്ളതുമായ മിസൈൽ സംവിധാനങ്ങളാണ് ഇറാൻ മുൻഗണന നൽകുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലെ വ്യോമാക്രമണ തന്ത്രങ്ങൾക്ക് പ്രധാനമായും തടസ്സമാകുന്നത് ഇത്തരം അപ്രതീക്ഷിതമായ മിസൈൽ താവളങ്ങളാണ്. പ്രധാന സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് എത്തുന്ന അമേരിക്കൻ മിസൈലുകളെ വഴിതിരിച്ചുവിടാനും പ്രതീക്ഷിക്കാത്ത കോണുകളിൽ നിന്ന് തിരിച്ചടി നൽകാനും ഈ പുതിയ വിന്യാസ ശൈലി ഇറാന് സഹായകരമാകും. സ്വന്തം മണ്ണിലെ ഭൂഗർഭ താവളങ്ങളും മലനിരകളിലെ രഹസ്യ കേന്ദ്രങ്ങളും പ്രയോജനപ്പെടുത്തിയാണ് ഇറാൻ ഈ പ്രതിരോധ നിര സജ്ജമാക്കിയിരിക്കുന്നത്. ഒരേ സമയം ഒന്നിലധികം പ്രദേശങ്ങളിൽ നിന്ന് റഡാർ സിഗ്നലുകൾ പുറപ്പെടുവിക്കുകയും മിസൈലുകൾ തൊടുക്കുകയും ചെയ്യുന്നത് അമേരിക്കൻ റഡാറുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയാക്കും. അമേരിക്ക നൽകുന്ന അത്യാധുനിക ആയുധങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ച് പശ്ചിമേഷ്യയിൽ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് ഇറാന്റെ ഈ പുതിയ പ്രഖ്യാപനം വലിയ തലവേദനയായിട്ടുണ്ട്. തങ്ങളുടെ സാങ്കേതിക മേധാവിത്വത്തെ ഇറാന്റെ പുതിയ ഒളിപ്പോര് തന്ത്രങ്ങൾ മറികടക്കുമോ എന്ന ഭയം പാശ്ചാത്യ സൈനിക കേന്ദ്രങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ദീർഘകാലം നീണ്ടുനിൽക്കുന്ന ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് തങ്ങൾ സജ്ജമാണെന്ന സൂചന കൂടിയാണ് ആയുധ നിർമ്മാണം തടസ്സമില്ലാതെ തുടരുന്നു എന്ന പ്രസ്താവനയിലൂടെ ടെഹ്റാൻ നൽകുന്നത്. ഉപരോധങ്ങൾ കൊണ്ട് ഇറാന്റെ സൈനിക ഉൽപ്പാദനശേഷി തടയാൻ കഴിയില്ലെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നിൽ വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. ഇറാന്റെ ഈ പുതിയ വ്യോമ പ്രതിരോധ മാതൃക മേഖലയിലെ മറ്റ് സഖ്യസേനകൾക്കും വിമത ഗ്രൂപ്പുകൾക്കും ഒരുപോലെ മാതൃകയായേക്കാം. ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വൻ ശക്തികളെ പ്രതിരോധത്തിലാക്കുക എന്ന ആശയം പശ്ചിമേഷ്യൻ യുദ്ധകളത്തിൽ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കമിടും. വർദ്ധിച്ചുവരുന്ന സൈനിക പിരിമുറുക്കങ്ങൾക്കിടയിൽ ഇറാന്റെ പുതിയ പ്രതിരോധ നിരയെ മറികടക്കാൻ അമേരിക്കൻ സൈന്യത്തിന് തങ്ങളുടെ ആക്രമണ നയങ്ങളിൽ വലിയ അഴിച്ചുപണികൾ നടത്തേണ്ടി വരും. കൂടുതൽ രഹസ്യാന്വേഷണ വിവരങ്ങളും അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളും ഉപയോഗിക്കാതെ ഇറാനിയൻ വ്യോമ മേഖലയിലേക്ക് കടക്കുന്നത് US വ്യോമസേനയ്ക്ക് വൻ അപകടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. പരമ്പരാഗത യുദ്ധമുറകളിൽ നിന്ന് മാറി കൂടുതൽ വഴക്കമുള്ളതും അപകടകരമായ പ്രതിരോധ തന്ത്രങ്ങളിലേക്ക് ഇറാൻ മാറിയത് പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ പൂർണ്ണമായി തിരുത്തിയെഴുതുന്ന ഒന്നാണ്. വരും ദിവസങ്ങളിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ.